നീ എൻ്റെ വീട്ടിൽ പോയായിരുന്നോ? തന്നെ ഈ ക്ലാസ് ഇത് നമ്മുടെ ക്ലാസ് ആണല്ലോ. ഇത് നിങ്ങളുടെ ക്ലാസ്സാ. അതെ, ചേച്ചിയോട് മേടിച്ചിട്ട് വന്നാ. ചേച്ചിയോടെ എന്നാ ആവശ്യം? എൻ്റെ വീട്ടിൽ നിന്നേ സംഘത്തിൻ്റെ മീറ്റിംഗ് നടക്കുവാണേ. ഓ, അപ്പോൾ 10-20 പേരുണ്ടേ. എൻ്റെ വീട്ടിൽ അത്രയും ക്ലാസ് ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാ. മീറ്റിംഗ് കുറച്ച് 10 മണി കഴിയുമ്പോൾ മീറ്റിങ്ങാണ്. പിന്നെ കുടിക്കാൻ കൊടുക്കണമെങ്കിലേ. കുടിക്കൽ മാത്രമേ ഉള്ളോ? തിന്നാനൊന്നും കൊടുക്കില്ലേ? അത് കഴിഞ്ഞ ആഴ്ച രാധയുടെ വീട്ടിൽ സംഘം വെച്ചത് പഴംപൊരിയും ചായയായിരുന്നു. അത് ഞാൻ അറിഞ്ഞു, പഴംപൊരി ചായ വെച്ചേ. അപ്പുറത്ത് ഇന്ദിരേട്ടിയുടെ വീട്ടിൽ വെച്ചപ്പം ചായയും പരിപ്പുപൊടി. ചായ നീ ഏലക്കായ ഇട്ട് നല്ല സൂപ്പർ ചായ കൊടുത്തെന്ന് പറഞ്ഞു. അതിൻ്റെ തലയാഴ്ചയിൽ മറ്റേ മണിയമ്മയുടെ വീട്ടിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ചായയും ഉണ്ണിയപ്പവും. പിന്നെ കുറേ വീടുകളിൽ ബേക്കറി സാധനങ്ങളും ചായയും. ഞാൻ അപ്പോൾ തീരുമാനിച്ചു എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഈ ചായയും മറ്റേ എന്താ എണ്ണപ്പലഹാരങ്ങളൊന്നും വേണ്ട. അപ്പം ഞാൻ എന്നായെന്നറിയോ, ഈ നാരങ്ങ, നല്ല ചെറുനാരങ്ങയില്ലേ, അത് പിഴിഞ്ഞ് അങ്ങോട്ട് ഇങ്ങനെ ഈ ഗ്ലാസ്സിൽ ഓരോ ഗ്ലാസ് നാരങ്ങ വെള്ളം. അത് എൻ്റെ സംഘത്തിൽ എല്ലാവർക്കും ഷുഗറാണേ, അതുകൊണ്ട് പഞ്ചസാര ഇടാൻ പറ്റിയല്ല. ഉപ്പിട്ടിട്ട് നാരങ്ങ വെള്ളം. ഈ എണ്ണപ്പലഹാരമൊക്കെ കഴിച്ചാൽ പിന്നെ ബേക്കറി സാധനം കഴിച്ചാലും അങ്ങനെ തന്നെ. എന്നിട്ട് കുടുംബശ്രീ വരുന്നവർക്ക് ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം കൊടുക്കും. അപ്പോൾ അവർക്ക് ഒരു ഉന്മേഷം ഉണ്ടാവും. നാരങ്ങ വെള്ളം കൊടുക്കും, ക്ഷീണം മാറും. അത് അങ്ങനെ ആൾക്കാരെ ഞാൻ ഇന്ന് ഞെട്ടിക്കാനിരിക്കും. മനസ്സിലായി, ഞെട്ടിക്കാൻ പൈസ കുറവാണ്.